നിങ്ങൾക്ക് എന്നും രാവിലെ കഠിനമായ ക്ഷീണം തോന്നാറുണ്ടോ? എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് തരുന്ന രഹസ്യമായ മുന്നറിയിപ്പാണിത്. നിങ്ങളുടെ ശരീരം തളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ്. നമ്മളൊക്കെ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ നമ്മളെന്താ കരുതുക, ഉറക്കം ശരിയാകത്തേണ്ടതായിരിക്കുമെന്ന്. പലപ്പോഴും നമുക്ക് ക്ഷീണം വരുന്നു, വീണ്ടും ഉറങ്ങി എണീറ്റാലും 8 മണിക്കൂറോളം ഉറങ്ങിയാലും ഉറക്കം മതിയാവാത്തതുപോലത്തെ ഒരു ക്ഷീണം. അതുപോലെ തന്നെ ജോലി ചെയ്യാൻ മടിയായിട്ടിരിക്കുക, കോളേജിലും ഓഫീസിലും ഒക്കെ പോകുമ്പോൾ അവിടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ടാവും. ഈ ഒരു ക്ഷീണം വരുമ്പോൾ നമ്മളെന്താ ചെയ്യുക? ഒന്നുകിൽ ചായ കുടിക്കും, അല്ലെങ്കിൽ കോഫി കുടിച്ച് തൽക്കാലത്തേക്കൊരു ഉന്മേഷം കൊണ്ടുവരും. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് കൂടുതൽ തെറ്റിലേക്ക്, അതായത് നമ്മുടെ ശരീരത്തിനെ വീണ്ടും നമ്മൾ ക്ഷീണത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പ്രോബ്ലംസ് വരുന്നത്? 3 കാരണങ്ങൾ കൊണ്ടാണ് സാധാരണ ഈ ക്ഷീണം വരാറുള്ളത്. ഒന്ന്, കൃത്യമായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കാത്തത് കാരണം. ദിവസവും നമ്മൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറവാണെങ്കിൽ ഇങ്ങനെ ക്ഷീണം വരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ ഈ ക്ഷീണം വരാം. നിങ്ങൾക്ക് ഉറക്കം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് കൂടുകയും നിങ്ങൾക്ക് ക്ഷീണം വരികയും ചെയ്യാം. പിന്നെ പോഷകാഹാരങ്ങളുടെ കുറവ് മൂലവും ഈ ക്ഷീണം വരും. ഇതിനുള്ള പരിഹാരം എന്താണെന്ന് വെച്ചാൽ, ചെറിയ ശീലങ്ങൾ നിങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ മാറ്റി നിർത്താനായിട്ട് പറ്റും. എന്തൊക്കെയാണെന്നല്ലേ? ദിവസവും 3 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരു ശീലമാക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സമയത്ത് കിടന്നുറങ്ങാനും 7 മണിക്കൂർ ഉറക്കം കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ നിങ്ങളത് ശീലിക്കുക. അതുപോലെ തന്നെ ദിവസവും രാവിലെ നിങ്ങൾ കുറച്ച് സമയം വെയിൽ കൊള്ളുക. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ ഒക്കെ കുറവുണ്ടെങ്കിൽ അത് കറക്റ്റാക്കി എടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. നിങ്ങളുടെ ശരീരത്തിന് എനർജി കിട്ടുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതും ഒക്കെ നിങ്ങൾക്ക് തന്നെ ഈ വ്യത്യാസം തിരിച്ചറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ദിവസവും രാവിലെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, അതെന്താണെന്നറിയാമോ? അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ ഞാനത് പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ചെറിയ ശീലങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുക. ചെറിയ ശീലങ്ങളിലൂടെയാണ് നമ്മൾ വലിയൊരു ഹെൽത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ ശീലങ്ങളിലൂടെ നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മുകളിൽ പറഞ്ഞ ഏത് പ്രോബ്ലമാണ് നിങ്ങൾക്ക് ഉള്ളത് എന്ന് കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു.